ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ആരാണ് മികച്ചത് എന്ന ഒരു ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. കഥാപാത്രങ്ങൾ നമ്മുടെ പിണറായി വിജയനും വി.ഡി. സതീശനും തന്നെയാണ്. ഇതിൽ ആരാണ് ബെസ്റ്റ് മുഖ്യമന്ത്രി എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഒരു പൊന്നാനി വിരുന്ന് നടന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ യാത്ര നടന്നു. ഈ രണ്ട് യാത്രകൾ നടക്കുമ്പോൾ സംസ്ഥാനം മഴക്കെടുതിയിലും പ്രളയക്കെടുതിയിലും വലയുന്ന ഒരു അവസരമാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി എന്ത് ചെയ്തു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഈ സമയത്ത് പല പ്രതികരണങ്ങൾ വരുമ്പോഴും വളരെ രസകരമായി തോന്നിയൊരു പ്രതികരണം പറയാം. സാധാരണക്കാരായ ഒരു ജനം ചിന്തിക്കുന്ന ഒരു പ്രതികരണം, അതാണ് രസകരമായി തോന്നിയത്. അതായത് കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് മുൻ സൈനികൻ ഭാസ്കരൻ നായർ അജയൻ കുറിച്ചിരിക്കുന്നു. അതായത് പണ്ട് ഉണ്ടായിരുന്ന ആൾക്കും പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ പ്രശ്നക്കാരനാണ് രണ്ടാമത് വന്ന ആൾ എന്ന് മനസ്സിലാക്കിക്കുന്ന പഴയ ഒരു പണ്ടത്തെ കാലത്തുള്ളവർ പഴമക്കാർ പറയുന്ന ഒരു സേയിങ്, അതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിഷയം എന്താണെന്ന് പറയാം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ ഈ പ്രളയക്കെടുതിക്കിടെ മഴക്കെടുതിക്കിടെ മുസ്ലിം ലീഗ് നേതാവിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തതിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയരുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാക്കി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിലായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിന് എത്തിയത്. മഴക്കെടുതി, മരണങ്ങൾ, ദുരിതങ്ങൾ, അതിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു ഉച്ചഭക്ഷണം വേണ്ടിയിരുന്നു എന്നതാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഫൈസൽ ബഫാക്കി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിന് താഴെയാണ് കടുത്ത വിമർശനങ്ങൾ വന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, ഇങ്ങനൊരു ദുരന്തം, പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് അവിടെ എത്തിയ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുവെന്നും ജനം രൂക്ഷമായ മഴക്കെടുതിയിൽ ദുരിതം പേറുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിരുന്നുണ്ട് നടക്കുകയാണ് എന്നാണ് പ്രധാന വിമർശനം. മുഖ്യമന്ത്രി മുൻ നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേരിട്ട് നേതൃത്വം നൽകി. മന്ത്രിമാരോട് അവർക്ക് ചുമതലയുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകി. ഇന്ന് ആ ലെഗ് പീസ് ഇങ്ങെടുക്ക് എന്നതാണ് സ്ഥിതി എന്നായിരുന്നു മുൻ MLA VK പ്രശാന്തിന്റെ പരിഹാസം. റഹീം MP-യും കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ വീഡിയോ ആദ്യം വിശ്വസിക്കാനായില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലായി മനുഷ്യർ ആശങ്കയിലായിരിക്കുമ്പോൾ ഈ ഔചിത്യമില്ലായ്മ മുഖ്യമന്ത്രി കാണിക്കുമെന്ന് കരുതിയില്ല. സ്വകാര്യ വിരുന്നുണ്ണാൻ പോകുമെന്ന് വിചാരിച്ചില്ല. മുൻ മാതൃകകൾ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും വേണ്ട ആത്മവിശ്വാസം പകരേണ്ട സമയമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പ്രളയത്തിന്റെ ദുരിതത്തിൽ കഴിയുന്ന ഈ സമയത്ത് ജനങ്ങൾ പ്രതീക്ഷിച്ചത് നേതൃത്വം, ഇടപെടൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം എന്നതൊക്കെയാണ്. പ്രതിസന്ധിയുടെ വേളയിൽ സൽക്കാരങ്ങളല്ല, ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിയുടെ മുൻഗണന ആകേണ്ടത് എന്നായിരുന്നു റഹീമിന്റെ വിമർശനം. എന്നാൽ കടുത്ത വിമർശനം ഉയരുമ്പോഴും കോൺഗ്രസ് നേതാക്കളോ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു കേസ്, അതായത് ഹെലികോപ്റ്ററിൽ അതായത് ചികിത്സയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ കാണാൻ സർക്കാർ ചെലവ് ഹെലികോപ്റ്ററിൽ പോകാൻ മുഖ്യമന്ത്രി തയ്യാറായി, അങ്ങനെ പോയി എന്നുള്ളതും കഴിഞ്ഞ ദിവസം വിമർശനമായ ഒരു വിഷയമാണ്. അതിന് നേരെ നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, ഹെലികോപ്റ്ററിൽ കയറിയാൽ എന്താണ് കുഴപ്പം? വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട് എങ്കിൽ ഹെലികോപ്റ്ററിൽ കയറണമല്ലോ, അതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഇത്ര പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിമാരെ, പഴയ മുഖ്യമന്ത്രിയും കഴിഞ്ഞ മുഖ്യമന്ത്രിയും 10 വർഷം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും 10 വർഷത്തിന് ശേഷം ഭരണത്തിലേക്ക് വന്ന ഒരു പാർട്ടിയും ആ പാർട്ടി പ്രതിനിധീകരിക്കുന്ന വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയും ഇത്ര പെട്ടെന്ന് ഇതുപോലൊരു വലിയ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം നടത്തേണ്ടി വരുമെന്ന് കേരളം വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം 10 വർഷത്തെ ആ ഭരണത്തിൽ മടുത്തിട്ട് തന്നെയാണ് കേരളം ഈ ഒരു ഉദ്യമം, ഈ ഒരു പുതിയ ഭരണം വേണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി കോൺഗ്രസിനെ ഈ ഭരണം ഏൽപ്പിച്ചതും വളരെയധികം സന്തോഷത്തോടുകൂടി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരു വിധത്തിൽ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഭരണ മികവ് നമ്മൾ കണ്ടുവരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വിവാദമായ ഒരു വിഷയം വരുന്നത്. എന്തായാലും അവിടെ നിന്ന് പ്രതികരണങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ മറ്റൊന്നും പറയാൻ സാധിക്കുകയില്ല. എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അദ്ദേഹത്തിന്റെ സ്റ്റാഫോ ആരെങ്കിലും പ്രതികരിക്കുക എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും പ്രതികരണമൊന്നും വന്നിട്ടില്ല. എങ്ങനെ പോയാലും ശരി, ചില കാര്യങ്ങൾ ഇതുപോലെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധാലുക്കളാകണം. അത് വേണോ വേണ്ടോ എന്നുള്ളത് 1, 2, 3 തവണ ആലോചിച്ചിട്ട് വേണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ മഴക്കെടുതികൾ നടക്കുമ്പോൾ അത്തരം ഒരു വിരുന്നിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഇത്തരം ഒരു മഴക്കെടുതിയിൽ സംസ്ഥാനം വലയുമ്പോൾ അങ്ങനെ ഒരു വിരുന്നിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പലയിടത്തു നിന്നും വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്നും വരുന്ന പ്രതികരണം. പക്ഷേ എന്നാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനോട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുപോലെ ഹെലികോപ്റ്ററുകൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ വളരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഇന്നത്തെ ഈ കഴിഞ്ഞ സംഭവം, അതായത് ഒരു രോഗ ചികിത്സയിൽ കഴിയുന്ന, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ബന്ധുവിനെ കാണാൻ, ഭാര്യ പിതാവിനെ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ഈ ഒരു സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് എന്ന ചോദ്യം, അത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ന്യായമാണോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ അങ്ങനെയൊക്കെ ജനപ്രതിനിധികൾ അവരിയ്ക്കുന്ന സ്ഥാനത്തെ മാനിച്ച് അവരത് ചെയ്യുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് ചില പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ആധികാരികമായ പ്രതികരണം എവിടെ നിന്നും വന്നിട്ടില്ല. എങ്ങനെയൊക്കെ ആയാലും ശരി, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ മറ്റ് പ്രതിപക്ഷം, അതുപോലെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ആരാണ് ഇവിടെ ഔട്ട് ഓഫ് വേയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പോ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എത്ര പ്രമുഖരായാലും ശരി, അവരത് വെറുതെ വിടുകയില്ല എന്നുള്ളതിന്റെ ഉറപ്പ് തന്നെയാണ് ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.